ഇത് കണ്ട ഒരു ഫിഷ് ഫ്രൈൻ്റെ ലുക്കൊക്കെ അല്ലേ ഈ നത്തോലി മീനൊക്കെ ചെറിയ ഫിഷൊക്കെ വറുത്ത് വെച്ച പോലെ. ഇതൊന്ന് കഴിച്ച് നോക്കുന്ന സൗണ്ട് കേട്ട് നോക്കൂ, നല്ല കറുമുറാന്നുണ്ടേനും. അപ്പോൾ അങ്ങനെയുള്ളൊരു വെജിറ്റേറിയൻ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം വാഴമാണിയാണ്. നാട്ടിൽ പോയി വന്ന സമയത്ത് കുറച്ച് വാഴമാണി ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴമാണി കിട്ടി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാഴമാണി ഇതാ എടുത്തിട്ട് ആ ഉള്ളിലുള്ള ഞരമ്പ് കളഞ്ഞതിന് ശേഷം റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇതാ ഇങ്ങനെയുള്ള കട്ടിയുള്ള ഞരമ്പ് മാത്രമാണ് കളയുന്നത്. അത് കട്ട് ചെയ്യുന്ന സമയത്തുമൊക്കെ ഭയങ്കര തിക്കായിട്ടിരിക്കുമല്ലോ, അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ട്. അത് കളഞ്ഞ് കുറച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാം നമുക്ക്. ഇനി നമ്മളൊരു ബൗളെടുക്കുക. ബൗളിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ താഴെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവ്. ഞാനിവിടെ നല്ലോണം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിൽ വെള്ളം തളിച്ച് കുഴച്ചെടുക്കാം. ഒരുപാട് ബാറ്റർ ഭയങ്കര ലൂസ് ആവണ്ട, നമ്മളിതിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫ്ലോറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇത്തിരി കട്ടിയായിട്ടിരിക്കും. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാതെ ആവശ്യത്തിന് തിക്നെസ്സിൽ, ഒരുപാട് തിന്നുമല്ല തിക്കുമല്ല, കണ്ടോ ഈ കൺസിസ്റ്റൻസിയിലാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ നേരാക്കി വെച്ച വാഴയുടെ മാണി, ആ പൂവ് എടുത്തിട്ട് ഇതിലേക്കിട്ട് നന്നായി അതിലേക്ക് കോട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ ആവരുത്. ഒരുപാട് തിക്ക് ബാറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കതിൽ പ്രോപ്പറായിട്ട് കോട്ടാവില്ല. ഇതാ ഇങ്ങനെ കോട്ട് ചെയ്ത് റെഡാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ എല്ലാ സ്ഥലത്തേക്കാവണം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായി കോട്ടാവുന്നില്ല എങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ലേശം മൈദയോ ചേർക്കാം. ഒരുപാട് കോൺഫ്ലോറോ മൈദ ചേർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ ക്രിസ്പിനെസ് കിട്ടില്ല. ഇതാ നമ്മുടെ മാവെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതാ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഇട്ടങ്ങോട്ട് മാറ്റി അങ്ങനെ ഒന്നിച്ചിടരുത്, ഒറ്റയായിട്ട് ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം. അധിക സമയമൊന്നും ഇതെടുക്കുകയില്ല വറുക്കാനായിട്ട്. അതുമാത്രമല്ല, അത് കഴിക്കുമ്പോൾ വാഴമാണിയാണെന്ന് അറിയുക പോലും ഇല്ല. കുട്ടികളൊക്കെ എടുത്തെടുത്ത് കഴിക്കും. ഇത് ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ഫ്രൈ ഐറ്റം തന്നെയാണ് വാഴപ്പൂ കൊണ്ടുള്ള ഫ്രൈ. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് അങ്ങോട്ട് നോക്കാം. കണ്ടോ നല്ല കറുമുറാന്ന് തന്നെ ഉണ്ട്. ഇത് വാഴപ്പൂവാണെന്നൊന്നും ആരും അറിഞ്ഞതുപോലും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. ബൈ.